സോറി അപ്പു. അച്ഛന് ഇതല്ലാതെ വേറെ വഴിയില്ല. അപ്പു 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 BP എന്താ ഉറങ്ങാത്തത്? പറ്റിയില്ല. എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അകവും പുറവും ഇങ്ങനെ പുകയ. കണ്ണടിച്ചാ കാണുന്നത് മൊത്തം ചീത്ത സ്വപ്നങ്ങളാ. നമ്മുടെ അപ്പു പാവ. അവൾ അറിഞ്ഞോണ്ടല്ല ഇതൊന്നും. ഗീത, താൻ ആ ലൈറ്റ് ഓഫ് ആക്ക്. വെളിച്ചത്തിരിക്കാൻ എനിക്കിപ്പോൾ പേടിയാ. പോയി കിടന്നോളൂ. മനസ്സിലായി ഐസക്. ഇന്നൊരു ദിവസം കൂടി താനൊന്ന് മാനേജ് ചെയ്യേ. നാളെ മുതൽ ഞാൻ വരാം. ഇല്ലില്ല, ഒരു മാറ്റവും ഇല്ല. ഉവ്വ്, എനിക്കറിയാം. തീരെ പറ്റാത്തോണ്ടാണ് തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് അറിയാലോ. ഓക്കെ, താങ്ക് യു ഐസക്. താങ്ക് യു വെരി മച്ച്. ചായ. BP, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എത്ര നാളെന്ന് കരുതിയാ BP ഇങ്ങനെ എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവുമോ? എനിക്കറിയില്ല ഗീത. ഞാൻ ആകെ ഒരു ട്രോമയിലാണിപ്പോൾ. എന്തു വേണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഒന്നും അറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക. എടോ, ഈ ഭയങ്കര ട്രാഫിക്കുള്ളൊരു ജംഗ്ഷനിൽ വെച്ച് പെട്ടെന്നൊരാൾക്ക് അയാളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യും? എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകണം, ആരെ കാണണം, എന്താ കാര്യം, ഇതൊന്നും അയാളുടെ ഓർമ്മയിലില്ലാത്തൊരവസ്ഥ. അങ്ങനൊരു അവസ്ഥയിലാണ് ഞാനിപ്പോ. അങ്ങനൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാ ഗീത ഞാൻ കുട്ടികൾക്ക് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? സ്വയം തീപിടിച്ച് നിൽക്കുന്ന ഒരാൾ എങ്ങനെ മറ്റുള്ളവർക്ക് തണലാവും? വയ്യടോ, കുട്ടികളെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നഷ്ടമായിരിക്കുന്നു എനിക്ക്. ഒന്നുമില്ല, ഇങ്ങനെ തളർന്നു പോവല്ലേ. ഇപ്പൊ VP അപ്പുവിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ബോധോടാവണ്ട. നമ്മൾ അവളെ ഒരുപാട് നിർബന്ധിക്കാനും നിയന്ത്രിക്കാനും പോയാൽ അവളുടെ വാശി കൂടുകയുള്ളൂ. കുറച്ചുനാൾ ഇങ്ങനെ പോട്ടെ. ഇപ്പം നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അവളതൊരു അവസരമായിട്ടെടുക്കും. പിന്നെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ അത്ര എളുപ്പം സാധിക്കില്ല നമുക്ക്.